ആ കിഫ്ബി പദ്ധതികളിലൂടെ കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാനാണ് സാധിച്ചതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. 511 പദ്ധതികളാണ് റോഡ് വികസനത്തിന് കിഫ്ബിയിലൂടെ സാധ്യമായത്. റോഡ് വികസനത്തിന്റെ മുഖച്ഛായ മാറ്റിയ കിഫ്ബി പദ്ധതികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ ലോകോത്തര നിലവാരമുള്ള റോഡുകൾ, ഗ്രാമാന്തരങ്ങളെയും നഗരകേന്ദ്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വികസന യാത്രയുടെ കുതിപ്പ്, യാത്രാ ദുരിതങ്ങളുടെ കാലം അവസാനിപ്പിച്ച കഥയാണ് കിഫ്ബി റോഡുകളുടെ നിർമ്മാണ വിജയം പറഞ്ഞു തരുന്നത്. മഞ്ഞ് കമ്പളം പുതച്ചു കിടക്കുന്ന മലനിരകളിൽ നിന്ന് അലമാലകൾ തഴുകുന്ന സമുദ്രമുഖങ്ങളിലേക്ക് നീളുന്ന ഉന്നത നിലവാരമുള്ള റോഡുകളുടെ ശൃംഖല. പ്രധാന പാതകൾ, വലിയ പാലങ്ങൾ, അണ്ടർപാസുകൾ. അങ്ങനെ മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ വികസന കുതിപ്പിന്റെ പാതകൾ അനവധി വെട്ടിത്തെളിക്കാൻ കിഫ്ബിയിലൂടെ സാധിച്ചു. റോഡ് വികസനം കീറാമുട്ടിയായിരുന്ന പഴയകാലം ഓർമ്മയായി. കിഫ്ബിയുടെ തോളിലേറി കേരളം കുതിപ്പിന്റെ ടോപ്പ് ഗിയർ ഇട്ടു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പാണ് കിഫ്ബിയുടെ സഹായത്താൽ കഴിഞ്ഞ 9 വർഷം സൃഷ്ടിക്കപ്പെട്ടത്. 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന സർക്കാരാണ് കേരളത്തിൻ്റെ വികസന കുതിപ്പിന് റോക്കറ്റ് വേഗത സൃഷ്ടിക്കുന്ന നിലയിൽ മാറ്റി തീർക്കാൻ കിഫ്ബിയെ ഉപയോഗിച്ചത്. (1147) പദ്ധതികൾ, 87,408 കോടി 62 ലക്ഷം രൂപ ഈ പദ്ധതികളുടെ ഭാഗമായി അനുമതി നൽകി കഴിഞ്ഞു. കുറേ പദ്ധതികൾ പൂർത്തീകരിച്ചു, കുറേ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഫൈനൽ ഫേസിലാണ്. കേരളത്തെ മാറ്റിമറിച്ച വികസന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച പദ്ധതിയിൽ വലിയ നേട്ടമുണ്ടായത് പൊതുമരാമത്ത് വകുപ്പിനാണ്. റോഡ് നിർമ്മാണവും പരിപാലനവും തലവേദനയായിരുന്നു കേരളത്തിൽ. ഫണ്ടില്ലായ്മയും തുക കിട്ടിയാൽ തന്നെ അത് ശാസ്ത്രീയമായി വിനിയോഗിക്കാൻ കഴിയാത്തതിലെ പ്രശ്നങ്ങളും കേരളത്തിന്റെ ഗതാഗത സംവിധാനങ്ങളെ പിന്നോട്ടടിപ്പിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നതെല്ലാം പഴങ്കഥയാണ്. അക്കാലത്ത് നിന്ന് നമ്മുടെ നാട് അതിവേഗം ചലിച്ചു. 9 വർഷം കൊണ്ടാണ് ആ നേട്ടം സാധ്യമാക്കിയത് എന്നതിൽ കേരളത്തിന് അഭിമാനിക്കാം. (511) പദ്ധതികൾ, 33,101 കോടി രൂപ ഇതിൻ്റെ ഭാഗമായി അനുവദിക്കപ്പെട്ട പദ്ധതികൾ, 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ, 15 ഫ്ലൈ ഓവറുകൾ. ഇങ്ങനെ കേരളം ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള പശ്ചാത്തല വികസന മേഖലയിലെ കുതിപ്പിൻ്റെ കാരണങ്ങളിൽ പ്രധാനമാണ് കിഫ്ബിയുടെ പങ്ക്. എടുത്തു പറയേണ്ടത് 57 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണമാണ്. നിരവധി റെയിൽവേ ക്രോസുകളിലെ ഗതാഗത കുരുക്കിന് അന്ത്യം കുറിക്കാൻ ഇതിലൂടെ സാധിച്ചു. ട്രെയിൻ പോകാൻ കാത്തുകെട്ടിക്കിടക്കാതെ തന്നെ യാത്ര തുടരാൻ സാധിച്ച ജനങ്ങൾക്ക് ഇത് നൽകിയത് വലിയ ആശ്വാസം.
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന 45 മീറ്റർ 6 വരി ദേശീയപാത സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതും കിഫ്ബി. 2015 മുടങ്ങിപ്പോയ പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുക്കാൻ തീരുമാനിച്ച LDF സർക്കാരിന് മുന്നിൽ മതിലായി നിന്നത് ഭൂമി ഏറ്റെടുക്കാൻ പണം മുടക്കാൻ സാധിക്കില്ല എന്ന കേന്ദ്ര നിലപാട്. അവിടെ രക്ഷയ്ക്കെത്തിയത് കിഫ്ബി. 5580 കോടിയാണ് കിഫ്ബി ദേശീയപാത വികസനത്തിന് ചെലവാക്കിയത്. ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തപ്പോൾ ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം, അതിനി കൂടുതൽ പണം തരാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. ഒരു പിഴ പഴയ സർക്കാരിൻ്റെ ചില നിലപാടുകൾ കാരണം അടക്കുന്നതിന് തുല്യമായി, ഒരു പിഴ അടക്കുന്നതിന് തുല്യമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചു. 5580 കോടി, അതും കിഫ്ബി ഫണ്ടിങ്. പതിമൂന്ന് ജില്ലകളിലൂടെയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ മലയോര ജനതയുടെ യാത്രാ ദുരിതങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമാകും. ആ പദ്ധതിക്ക് താങ്ങായി നിന്നതും കിഫ്ബി തന്നെ. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ആ സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെയുള്ള ഒരു പാത, മലയോര പാത, 13 ജില്ലകളിലൂടെയുള്ള മലയോര പാത കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. അതും കിഫ്ബി ഫണ്ടിങ്. തീരദേശ ഹൈവേ കടന്നുപോകുന്നത് 9 ജില്ലകളിലൂടെ. ഈ പദ്ധതിയിലും കിഫ്ബി നൽകിയ ഫണ്ട് ഏറെ നിർണായകമായി. കേരളത്തിലെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ ഫണ്ടിങ് കിഫ്ബി ഫണ്ടിങ്. റോഡ് വികസനം മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള പശ്ചാത്തല വികസനവും നടക്കുന്നു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കാത്തിരിപ്പ് കേന്ദ്രങ്ങളും റിഫ്രഷ്മെന്റ് സെന്ററുകളും കിഫ്ബിയുടെ ഭാഗമായി നടപ്പാക്കാൻ സാധിച്ചു. പ്രളയം തകർത്ത റോഡുകളും പാലങ്ങളും പുനർനിർമ്മിക്കാൻ കിഫ്ബി താങ്ങായി നിന്നു. റോഡ് വികസനത്തിന് ഉപയോഗിച്ചത് നൂതന സംവിധാനങ്ങൾ. ഭൂകമ്പവും പ്രളയവും അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ കഴിവുള്ള തരത്തിലുള്ള പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിന് കിഫ്ബി നൽകുന്ന സാമ്പത്തിക സഹായം വലിയ പിന്തുണയായി. ഇങ്ങനെ വ്യത്യസ്ത പദ്ധതികൾ, മികച്ച റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇവയെല്ലാം കിഫ്ബി ധനസഹായത്തോടെ യാഥാർത്ഥ്യമാക്കാനായതാണ്. കേരളം ഇന്ന് വരെ കാണാത്ത വികസന കുതിപ്പാണ് ഈ 9 വർഷം ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും അനുഭവിച്ചറിയുന്നു. അതിൻ്റെ പ്രധാന കാരണം കിഫ്ബിയാണ്. വേഗതയുടെ കാലമാണിത്. കണക്ടിവിറ്റിയാണ് ഒരു സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് പ്രധാന അടിത്തറയാകുന്നത്. യാത്രാ സൗകര്യങ്ങൾ എത്രമാത്രം മെച്ചപ്പെടുന്നുവോ അത്രയും സമൂഹം പുരോഗതിയുടെ വലിയ നാഴികക്കല്ലുകൾ താണ്ടും. മികച്ച റോഡുകളും അനുബന്ധ സൗകര്യങ്ങളും വന്നതോടെ കേരളത്തിലേക്ക് വലിയ വികസന പദ്ധതികളും എത്തുന്നു. ആ വേഗത്തിന് പച്ച സിഗ്നൽ കത്തിക്കുകയാണ് കിഫ്ബി.